അപ്പോൾ ഇന്ന് ജനുവരി 1. എല്ലാവർക്കും നല്ലൊരു വർഷം തന്നെ ആശംസിക്കുകയാണ്. എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സമ്മാനിച്ച ഒരു വർഷമാണ് 2023 എന്ന് പറയുന്നത്. പക്ഷേ ഞാനതിനെ നഷ്ടങ്ങളായിട്ടൊന്നും കാണുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ മറിഞ്ഞുപോയ ചില പുസ്തകത്തിലെ താളുകളായിട്ട് മാത്രം അതിനെ കാണുന്നുള്ളൂ. ഞാനിപ്പോൾ ഒരിക്കലും കഴിഞ്ഞ വർഷം ചിന്തിക്കാത്ത ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരരുത് എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇവിടെ നിന്ന് പോയ ആളാണ് ഞാൻ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ജീവിതത്തിൽ ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉണ്ടാവും. നമ്മൾ സന്തോഷം മാക്സിമം ഷെയർ ചെയ്യുക. ദുഃഖങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ അങ്ങ് സോൾവ് ചെയ്ത് നമ്മുടെ മനസ്സിൽ തന്നെ അങ്ങ് വെച്ചേക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒന്ന് വീണ് പോയെന്ന് കാണുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന, അതായത് നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് എന്നാൽ ഉള്ളിൽ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ നമുക്കൊരു വിഷമം വരുന്നത് നമ്മൾ പല രീതിയിൽ വാട്സപ്പ് സ്റ്റാറ്റസുകളായിട്ടും അല്ലെങ്കിൽ മെസ്സേജുകളായിട്ടൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അവരിത് കണ്ട് ഒരുപാട് അങ്ങ് സന്തോഷിക്കും. അതേസമയം നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് കള്ളം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഏറ്റവും നമുക്ക് കിട്ടുന്ന നല്ലതിനെ മാത്രം ഷെയർ ചെയ്യുക. എന്തായാലും നമ്മുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം സോൾവ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ തന്നെ തീരുമാനിക്കണം. വേറെ ഒരാളും അതിന് നമ്മളെ സഹായിക്കാനായിട്ട് വരത്തില്ല. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുന്നേ, അങ്ങനെ നമ്മൾ നശിച്ച് കണ്ടിട്ട് ഒരാളും അങ്ങനെ സന്തോഷിക്കേണ്ട. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ.